നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ടഗായിക എന്നതിലുപരി നടിയും അവതാരകയുമായി എന്ന് വേണ്ട റിമി കൈവയ്ക്കാത്ത മേഖലകൾ വളരെ ചുരുക്കമാണ്. അവതരണത്തിൽ പേളി മാണിയം വെല്ലാൻ മറ്റൊരാൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം ചിലരുടെയെങ്കിലും മനസ്സിൽ നിൽക്കുമ്പോഴാണ് റിമിയുടെ അവതരണം കൊണ്ട് ഒരിക്കൽ മമ്മൂക്ക പോലും സ്റ്റേജിൽ പൊട്ടിച്ചിരിച്ചു പോയത്. റിമി പാട്ടുപാടാൻ വേദിയിൽ എത്തിയാൽ പോലും നിറഞ്ഞ കയ്യോടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. കാരണം ആ വേദിയെ എങ്ങനെ തന്നിലേക്ക് എത്തിക്കണം എന്ന കൃത്യമായ ഒരു പ്ലാൻ റിമിക്കുണ്ട്. വലിയ പ്രഗത്ഭമതികൾ വേദിയിൽ ഉണ്ടെങ്കിലും പ്രേക്ഷകർക്ക് റിമിയുടെ സംസാരം കേൾക്കുമ്പോഴാണ് സന്തോഷം തോന്നുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. റിമി ടോമി ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ്. ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നത്. ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരം തന്നെയാണ്. ഇപ്പോഴിതാ റിമിയുടെ ഒരു അഭിമുഖമാണ് വൈറലായി മാറുന്നത്. അത് മറ്റൊന്നുമല്ല, തന്റെ ചെലവിനെ കുറിച്ചാണ് റിമി തുറന്ന് സംസാരിച്ചത്. താൻ വരപറയാതെ ചെലവഴിക്കുന്ന ഒരാളാണ്, ഒരിക്കലും ഇതാരും മാതൃകയാക്കരുത് എന്നാണ് റിമി പറയുന്നത്. വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ആൾ തന്നെയാണ് റിമി എന്നും താൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് താൻ അത്യാവശ്യം ചെലവ് ചെയ്യുന്ന ആളാണെന്നും റിമി പറയുന്നത്. ഞാൻ വരപറയാതെ ചെലവഴിക്കും, ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതം ഉള്ളൂ എന്നും അതുകൊണ്ട് നന്നായി ജീവിക്കാമെന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ചിലവാക്കിയില്ലെങ്കിൽ എപ്പോൾ ചിലവാക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുക. യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും ചിലവിടുന്നത്. പിന്നെ ഒരു പെർഫോമർ ആണ് ഞാൻ. അപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പൈസ ചിലവാക്കുമെന്നും റിമി പറയുന്നു. എന്നാൽ ഇത് തന്നെയല്ല ഒരിക്കൽ റിമിയെ കുറിച്ച് റോയ്സ് പറഞ്ഞതെന്നും ചിലർ ചോദിക്കുകയാണ്. ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് റിമിക്ക് ഓരോ ഷോയിൽ നിന്നും. പിന്നെ റിയാലിറ്റി ഷോയിൽ നിറസാന്നിധ്യമായി റിമി മാറിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ചിലവാക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവർക്കുണ്ടാക്കുന്നു, അവർ ചിലവാക്കുന്നു. അതിൽ ആർക്ക് എന്ത് നഷ്ടമാണെന്നും റിമിയുടെ ആരാധകർ ചോദിക്കുകയാണ്. എവിടെയെങ്കിലും പോയി വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്നതിൽ സഹോദരങ്ങളുടെ മക്കളുടെ പങ്ക് ചെറുതല്ല എന്നാണ് റിമി പറഞ്ഞത്. അതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് ആകില്ലേ എന്ന് റിമി ടോമിയോടായി SKM ചോദിക്കുന്നുണ്ട്. ഇത് ശരിവെക്കുന്ന രീതിയിൽ ഉള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. കാരണം ഇനിയൊരു കൂട്ട് വേണ്ട എന്ന് പലരും റിമിയോട് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഇതുവരെയും മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും റിമി തുറന്നു പറഞ്ഞിട്ടില്ല. 40 വയസ്സായി റിമിക്ക്. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വർഷങ്ങളും. പലകുറി താരത്തിന്റെ രണ്ടാം വിവാഹം ചർച്ചയായിരുന്നുവെങ്കിലും താൻ നേരിട്ട് വന്ന് അറിയിക്കുമെന്നാണ് റിമി വിവാഹ വാർത്തയെക്കുറിച്ച് പറഞ്ഞതും. റിമിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം റോയ്സ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ റിമി ഒരിക്കൽ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എവിടെയും സംസാരിച്ചിട്ടില്ല. അത് തന്നെയാണ് അവരുടെ നന്മ എന്നാണ് ആരാധകർ പറഞ്ഞത്. You're watching me on Metro Matinee. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.